Male breast cancer. മാം, മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ ഒന്നുണ്ടോ? ഇസ് ഇറ്റ് റിയൽ? യെസ്, മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ റിയൽ ആയിട്ടുള്ളൊരു ത്രെറ്റാണ്. ഓഫ് കോഴ്സ് ഫീമെയിൽസ് കമ്പയർ ചെയ്യുമ്പോൾ മെയിൽ ബ്രസ്റ്റ് ക്യാൻസറുടെ ഇൻസിഡൻസ് വളരെ കുറവാണെങ്കിൽ പോലും മെയിൽസിലും ബ്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. സ്റ്റഡീസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ലെസ് ദാൻ 1% ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ലാസ്റ്റ് കണ്ടൊരു പേഷ്യൻറ്റിനെ കുറിച്ചാണ്. അവർ എൻ്റെ അടുത്ത് വന്നത് നെഞ്ചിലൊരു മുറിവായിട്ടാണ്. തേങ്ങ വീണു മുറിവായി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിരുന്നു. അത് വിശദമായി പരിശോധിച്ച എല്ലാ ടെസ്റ്റുകൾക്കും ശേഷം നമുക്ക് മനസ്സിലായത് മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് അസുഖമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. പിന്നീട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും കുറേ സമയം വൈകിയിരുന്നു. ഇതിൽ തേങ്ങ വീണതുകൊണ്ട് അയാൾ അതൊരു കല്ലിപ്പാണെന്നും വെറും ഒരു മുറിവായിട്ട് അത് ഇഗ്നോർ ചെയ്തു. പക്ഷേ ഈ അസുഖം അവിടെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കോസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും സ്റ്റഡീസ് പറയുന്നത് ജനറ്റിക് മ്യൂട്ടേഷൻ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ ലിവർ അസുഖങ്ങൾ, സിറോസിസ് പോലുള്ള അസുഖങ്ങളുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത്. മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഡൈനാമിക് ആയിട്ട് ഡിസ്ചാർജ് ആയിട്ടോ അങ്ങനെയൊന്നും പ്രസൻറ്റ് ചെയ്യാറില്ല. കൂടുതലും 90% ഓഫ് കേസസ് ഒരു കല്ലിപ്പായിട്ടോ ഒരു മുഴയായിട്ടോ ചുമപ്പ് നിറം ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇഗ്നോർ ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് 60 വയസ്സിനുള്ള മേലെയുള്ള ആണുങ്ങളിലാണ് ഇത് കണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഒരു 60 വയസ്സുള്ള ഒരു പുരുഷൻ ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ കഴിവതും അത് ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മളുടെ അടുത്ത് എത്തുക. ആസ് യൂഷ്വൽ എല്ലാ ക്യാൻസറിനെ പോലെ തന്നെ ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ടുള്ള അവയർനെസ്സും ഏർലി ഡിറ്റക്ഷനും തന്നെയാണ് ഇതിലും ആവശ്യമുള്ളൂ.